നിത്യജീവിതത്തിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് ഉപ്പ്. പല നിറത്തിലും ഗുണത്തിലുമുള്ള ഉപ്പുകൾ നമുക്ക് വാങ്ങാൻ കിട്ടും. എന്നാൽ നമ്മൾ മിക്കവരും തന്നെ ഉപയോഗിക്കുന്നത് ഇതുപോലുള്ള വെള്ള നിറത്തിലുള്ള ഉപ്പാണ്. ആഹാര സാധനങ്ങൾക്ക് രുചി കൂട്ടാൻ മാത്രമല്ല കേട്ടോ, നമ്മുടെ വീട് മുഴുവനും ക്ലീൻ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ വീടിനകത്തെ ശല്യക്കാരായ എലി, പല്ലി, പാമ്പ്, പാറ്റ എന്നിവയെ തുരത്തി ഓടിക്കാനും നല്ലൊരു മരുന്നാണ് നമ്മുടെ ഈ ഉപ്പ്. ഉപ്പ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് യൂസ്ഫുൾ ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. ചിക്കനോ ഫിഷോ ഒക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഇതുപോലുള്ള നോൺ സ്റ്റിക്ക് പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ വലിയ പാടില്ലേ. ഡിഷ് വാഷൊക്കെ ഇട്ട് കഴിയാലും ഇതിൽ നിന്നും ആ ഉളുമ്പ് സ്മെല്ല് പെട്ടെന്ന് അങ്ങ് പോയി കിട്ടില്ല. അപ്പോൾ ചിക്കൻ്റെയും ഫിഷിൻ്റെയും മുട്ടയുടെയൊക്കെ ആ സ്മെല്ല് മാറുന്നതിന് വേണ്ടിയുള്ള ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ കാണിക്കുന്നത്. ഇതിനായിട്ട് വേണ്ടത് കുറച്ച് ഉപ്പാണ് കേട്ടോ. ഞാനിവിടെ പൊടിയുപ്പാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കല്ലുപ്പും ഇതിനായിട്ട് എടുക്കാം. ഉപ്പോ ഉപ്പുപൊടിയോ നേരിട്ട് നമ്മുടെ നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് ഇട്ട് ഉരയ്ക്കരുത്. അങ്ങനെ ചെയ്താൽ പാത്രത്തിനുള്ളിൽ സ്ക്രാച്ച് വീഴുകയും പാത്രം പെട്ടെന്ന് കേടായി പോവുകയും ചെയ്യും. ഒരു ചെറിയ പാത്രത്തിലേക്ക് 1 സ്പൂൺ ഉപ്പിട്ടതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. ക്ലീൻ ചെയ്യാനുള്ള പാത്രത്തിനുള്ളിലേക്ക് കുറച്ച് ഉപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു ന്യൂസ് പേപ്പർ കൊണ്ട് നമുക്കിതൊന്ന് തുടച്ചെടുക്കാം. ഇങ്ങനെ 2-3 പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ പാത്രത്തിലെ അഴുക്കും ബാഡ് സ്മെല്ലും ഒക്കെ മാറി പാത്രം നല്ല ക്ലീനായി കിട്ടും. ഇനി ഇതിലേക്ക് ഒരൽപ്പം അരിപ്പൊടിയോ ഗോതമ്പ് പൊടിയോ മൈദയോ ഇട്ടതിന് ശേഷം ഒരൽപ്പം വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കഴുകിയെടുത്താൽ മതി. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ നോൺ സ്റ്റിക്ക് പാത്രങ്ങളിലെ എണ്ണമെഴുക്കും ബാഡ് സ്മെല്ലും ഒക്കെ പെട്ടെന്ന് മാറിക്കിട്ടും. മാത്രമല്ല നമ്മുടെ പാത്രം കേടാവാതെ ഒത്തിരി നാൾ യൂസ് ചെയ്യാനും സാധിക്കും. അടുത്ത ടിപ്പ് ചെയ്യാനും നമുക്ക് വേണ്ടത് ഉപ്പ് തന്നെയാണ്. നമ്മൾ കിച്ചണിലൊന്നും യൂസ് ചെയ്യാത്ത ഒരു പഴയ പാത്രത്തിലേക്ക് 1 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ പാത്രം കഴുകുന്ന സ്ക്രബ്ബറൊക്കെ ക്ലീൻ ചെയ്തെടുക്കാനുള്ള ഒരു നല്ല ടിപ്പാണിത്. ചിലപ്പോഴൊക്കെ നമ്മുടെ സ്ക്രബ്ബറിന് വല്ലാത്തൊരു സ്മെല്ല് ഉണ്ടാവാറില്ലേ. പാത്രത്തിലൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന വേസ്റ്റ് നമ്മൾ ഈ സ്ക്രബ്ബർ ഉപയോഗിച്ച് ഉരച്ച് കഴുകുമ്പോൾ അതിൽ നിന്നും കുറച്ചൊക്കെ ഈ സ്ക്രബ്ബറിനുള്ളിലേക്ക് കയറിപ്പോകും. അങ്ങനെ നനവോടുകൂടി ഇരിക്കുന്ന സ്ക്രബ്ബറിനാണ് ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടാകുന്നത്. സ്ക്രബ്ബറിലെ ബാഡ് സ്മെല്ല് മാറാനുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇത്. തിളച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മുടെ സ്ക്രബ്ബറൊക്കെ എടുത്ത് ഈ വെള്ളത്തിലേക്ക് മുക്കിയിടാം. ഇനി ഇത് നന്നായിട്ടും തണുത്തതിന് ശേഷം ഇതിലെ വെള്ളമെല്ലാം പിഴിഞ്ഞ് കളഞ്ഞ് നമുക്കിത് എവിടെയെങ്കിലും ഒന്ന് തൂക്കിയിട്ടാൽ മതി. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പാത്രം കഴുകുന്ന സ്ക്രബ്ബർ എന്നും പുതുപുത്തനായിട്ട് തന്നെ ഇരിക്കും, ഒട്ടും ബാഡ് സ്മെല്ലില്ലാതെ. ദിവസവുമുള്ള അടുക്കള പണികളും പാത്രം കഴുകലും തുണി കഴുകലൊക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ കൈകൾ വല്ലാണ്ട് അങ്ങ് റഫായിട്ടിരിക്കാറില്ലേ. കൈകളിലെ ഈ പരുപരുപ്പും പറ്റിപ്പിടിച്ചിരിക്കുന്ന അഴുക്കും കരിയുമൊക്കെ കളഞ്ഞ് കൈകൾ നല്ല പട്ടുപോലെ സോഫ്റ്റ് ആക്കാനായിട്ടും ഒരു നുള്ളു ഉപ്പ് മാത്രം മതി. ഒരൽപ്പം ഉപ്പുപൊടി കയ്യിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഈ മിക്സ് കൊണ്ട് കൈകൾ ഇതുപോലെ ഒന്ന് കൂട്ടി തിരുമ്മി കൊടുത്താൽ മാത്രം മതി. കൈകളുടെ അകവശവും പുറവശവും ഒക്കെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. വെറും 1 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ കൈകൾ നല്ല പട്ടുപോലെ സോഫ്റ്റായി കിട്ടും. അടുത്ത ടിപ്പ് ചെയ്യാനായിട്ട് ഒരു സോസ് പാനിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ഉപ്പിട്ടതിന് ശേഷം സ്റ്റവിൽ വെച്ച് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. വെള്ളം തിളച്ച് നമ്മുടെ ഉപ്പെല്ലാം നന്നായിട്ട് അലിഞ്ഞതിന് ശേഷം നമുക്കിത് സ്റ്റവിൽ നിന്ന് മാറ്റാം. നമ്മുടെ വീടിനകത്തേക്ക് പല്ലിയും പാറ്റയും പഴുതാരയും ഒച്ചുകളൊക്കെ കയറി വരുന്ന ഒരു പ്രധാന വഴിയാണ് കിച്ചൺ സിങ്ക്. മാത്രമല്ല നോൺ വെജൊക്കെ കഴുകുമ്പോൾ അതിൻ്റെ നെയ്യും അംശങ്ങളൊക്കെ പറ്റിപ്പിടിച്ച് ഈ സീവിനകത്ത് പുഴുക്കളും കൃമികളൊക്കെ ധാരാളം ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. സിങ്കിനകത്തുള്ള ശല്യക്കാരായ ജീവികളെ നശിപ്പിക്കാനായിട്ട് ഉപ്പിട്ട് തിളപ്പിച്ച ഈ വെള്ളം നമുക്ക് സിങ്കിനുള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ പൈപ്പിൻ്റെ ജോയിൻ്റ് ഒക്കെ വിട്ടുപോകാതിരിക്കാനായിട്ട് തിളച്ച വെള്ളം ഒഴിച്ചതിന് ശേഷം അപ്പോൾ തന്നെ നമ്മൾ ടാപ്പ് തുറന്ന് കുറച്ച് വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ ചെയ്താൽ സിങ്കിനകത്തുള്ള ജീവികളെല്ലാം നശിച്ചു പോകും. മാത്രമല്ല സിങ്കിൽ നിന്ന് ബാഡ് സ്മെല്ല് ഉണ്ടാവുകയുമില്ല. ഉപ്പ് കൊണ്ടുള്ള നമ്മുടെ അടുത്ത ടിപ്പ് ചെയ്യാനായിട്ട് ഒരു സോസ് പാനിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് തിളപ്പിക്കാനായിട്ട് സ്റ്റവിലേക്ക് വെക്കാം. ഈ വെള്ളത്തിലേക്ക് 2 സ്പൂൺ ഉപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. 1 ഗ്ലാസ് വെള്ളത്തിന് 2 സ്പൂൺ ഉപ്പ് മതി. ഇതിലേക്ക് വേണ്ടി ഇത്രയും വെളുത്തുള്ളി അല്ലികൾ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇതൊരു ഇടികല്ലിലേക്ക് ഇട്ട് നന്നായിട്ടും ചതച്ചെടുക്കാം. ചതച്ചെടുത്ത വെളുത്തുള്ളി കൂടി നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ട് നല്ലതുപോലെ തിളപ്പിക്കണം.
നമ്മൾ ഇട്ട് കൊടുത്ത വെളുത്തുള്ളി നന്നായിട്ട് കുക്കായി അതിൻ്റെ എസൻസ് ഒക്കെ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങി വരണം. അതിനുവേണ്ടി ഒരു 2 മിനിറ്റെങ്കിലും നല്ലതുപോലെ തിളപ്പിക്കണം. വെളുത്തുള്ളി നന്നായിട്ട് വെന്തതിൻ്റെ സ്മെല്ല് വരുമ്പോൾ നമുക്കിത് സ്റ്റവിൽ നിന്ന് മാറ്റാം. ഈ വെള്ളം നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കൊരു സ്പ്രേ ബോട്ടിലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സ്പ്രേ ബോട്ടിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് രൂക്ഷഗന്ധമുള്ള എന്തെങ്കിലും ഒരു ലിക്വിഡ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ലൈസോളാണ് കേട്ടോ ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹാർപ്പിക് എടുത്താലും മതി. 1/2 മൂടി ലൈസോളാണ് ഞാനിവിടെ എടുക്കുന്നത്. ഇനി ഇതാ സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചതിന് ശേഷം നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്തെടുക്കാം. നമ്മുടെ വീടിനകത്തും പുറത്തും ശല്യക്കാരായ എലി, പെരിച്ചാഴി, പാമ്പ് എന്നിവയെ തുരത്തി ഓടിക്കാനുള്ള നല്ലൊരു മരുന്നാണ് കേട്ടോ ഇത്. മാത്രമല്ല ഈ മരുന്ന് വെച്ചിട്ട് നമ്മുടെ വീടിനകത്തുള്ള പല്ലി, പാറ്റ, ഉറുമ്പ് എന്നിവയെ തുരത്തി ഓടിക്കാനും പറ്റും. സന്ധ്യാസമയത്താണ് എലിയൊക്കെ ആഹാരത്തിന് വേണ്ടി നമ്മുടെ പരിസരത്തേക്ക് വരുന്നത്. അപ്പോൾ ആ സമയത്ത് ഈ മരുന്നുണ്ടാക്കി നമ്മുടെ വീടിന് ചുറ്റും സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ സ്മെല്ലും ഉപ്പിൻ്റെ എഫക്റ്റും കാരണം എലിയും പാമ്പും ഒന്നും നമ്മുടെ വീടിൻ്റെ പരിസരത്തേക്ക് പോലും പിന്നീട് അടുക്കില്ല. വെളുത്തുള്ളിയും ലൈസോളൊക്കെ ഉള്ളതുകൊണ്ട് ഈ മരുന്ന് വെച്ച് കൊതുകിനെയും നമുക്ക് തുരത്തി ഓടിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്